നോളജ്, ഒരാളുടെ അറിവ് വേണമെങ്കിൽ നമുക്ക് പരീക്ഷിക്കാം അല്ലേ? ABCD ഒന്ന് 26 അക്ഷരം തെറ്റാതെ പറയാൻ നിങ്ങളോട് പറഞ്ഞാൽ എല്ലാവർക്കും അറിയൂലേ? അത് നിങ്ങൾ പറയാൻ യോഗ്യരായി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ അക്ഷരമാല പഠിച്ചവരാണ്. വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഇങ്ങനെ തന്നെ നോളജ് പലപ്പോഴും. ഒന്നുമില്ലെങ്കിൽ എൻ്റെ സർട്ടിഫിക്കറ്റ് കണ്ടാൽ മനസ്സിലാവും എനിക്ക് ഇന്ന യോഗ്യത ഉണ്ട്. സ്കില്ലും ചിലപ്പോഴും മനസ്സിലാവാൻ ബുദ്ധിമുട്ടുള്ള ഏതാ അറിയോ? ഏതാ? ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ ബ്രദറിനെയോ നിങ്ങളെ സിസ്റ്ററിനെയോ പുതുതായിട്ട് കെട്ടിച്ചയക്കുന്നു. പുതിയ ഒരാളെ കണ്ടു എന്ന് കൂട്ടുക. ചെറുക്കനെ കണ്ടു, അല്ലെ പെണ്ണിനെ കണ്ടു. ആ പെണ്ണിൻ്റെ പഠിക്കുന്ന കോളേജ് ഏതാ കോഴ്സ് എന്നുള്ള മനസ്സിലാക്കിയപ്പോൾ ആൾ പഠിക്കുന്നത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത്. അറിവുണ്ട്. നേരിട്ട് സംസാരിച്ചപ്പോൾ സ്കില്ല് മനസ്സിലായി. ഏതാ മനസ്സിലാവാൻ ബുദ്ധിമുട്ട്? 3 കാര്യങ്ങൾ പറഞ്ഞാൽ 3-ൽ 2 പറഞ്ഞു. ഏതോ ഒന്ന് ബുദ്ധിമുട്ടുണ്ട്. ആറ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. ഇവൻ ഏതാ കാറ്റഗറി എന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അതാണ് ഈ ഐസ്ബർഗ് മോഡൽ. ഐസ്ബർഗ് മോഡൽ എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ മുകളിലിരിക്കുന്ന 10% മാത്രമേ നമ്മൾ സ്കില്ലും നോളജും കാണുന്നുള്ളൂ. അതിൻ്റെ മഹാഭൂരിപക്ഷം ഇരിക്കുന്ന സമുദ്രത്തിന് താഴെയാണ്, വെള്ളത്തിന് താഴെ. അത് കണ്ടുപിടിക്കാൻ പാടാണ്. ഇൻ്റർപേഴ്സണൽ സ്കില്ല് എങ്ങനെ, ആളുകളായിട്ട് ഇടപഴകുന്നത് എങ്ങനെ, അവൻ്റെ മോട്ടിവേഷൻ എന്ത്. ചിലർ കാണുന്നില്ല, കൃത്യമായിട്ട് ജോലിക്ക് വന്നുകൊണ്ടേയിരിക്കുമ്പോൾ ആഴ്ചയിൽ 2 ദിവസം മിനിമം ലീവ് എടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖമില്ലെന്ന് പറയും. ഫീവർ എന്ന് പറഞ്ഞാൽ പിന്നെ രക്ഷയില്ലല്ലോ. പ്രത്യേകിച്ച് കോവിഡ് വന്നതിന് ശേഷം വല്ലാതെ ചീറ്റലും മൂക്ക് ചീറ്റലും ഉണ്ട് എന്ന് പറഞ്ഞെങ്കിൽ മുതലാളി തന്നെ പറയും നീ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയും. അതാ എത്തേണ്ടത്. ഇത് ആഴ്ചയിൽ 2 ദിവസം സ്ഥിരമായിട്ട് വരുന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം? there is something wrong in his attitude. ആ ആറ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കാനാണ് യഥാർത്ഥത്തിൽ പ്രശ്നം.